നമസ്കാരം. C++ ബേസിക്സിൻ്റെ അടുത്ത ക്ലാസ്സാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അപ്പോൾ കൺട്രോൾ സ്ട്രക്ചറുകളെന്നോ അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെന്നോ ഇവരെ പറയാം കേട്ടോ. കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിലും പറയാം. നോക്കിക്കേ. While enabling a program to determine the order in which program statements are executed. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിലെ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കണം, ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഇനേബിൾ എ പ്രോഗ്രാം. എന്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഇനേബിൾ ചെയ്യുന്നു. എന്ത്? ടു ഡിറ്റർമൈൻ ദ ഓർഡർ ഇൻ വിച്ച് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ്. ഏത് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റുകളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്, ഏത് ഓർഡറിലാണ് അവർ എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത് എന്ന് നമ്മൾ പറയുന്നതിന് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നതിന് പറയുന്ന പേരാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. ദീസ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് അലൗ യു ടു ഡു 2 തിങ്സ്. അപ്പോൾ ഈ കൺട്രോൾ സ്ട്രക്ചറുകൾ എന്ത് ചെയ്യുന്നു? 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ്? ഒന്നാമത്തെ നോക്കൂ. സ്കിപ്പ് സം സ്റ്റേറ്റ്മെൻറ്റ്സ് വൈൽ എക്സിക്യൂട്ടിങ് അതേഴ്സ്. ചില സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്കിപ്പ് ചെയ്യും. ചില സ്റ്റേറ്റ്മെൻറ്റ് അവർ സ്കിപ്പ് ചെയ്തിട്ട് വേറെ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടല്ല, ഓരോരോ ലൈനായിട്ട് ഇങ്ങനെ താഴെയല്ലേ എഴുതുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവർ സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ അവർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ജോലി അവർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് നോക്കിക്കേ. റിപ്പീറ്റ് 1 or more സ്റ്റേറ്റ്മെൻറ്റ്സ് വൈൽ സം കണ്ടീഷൻസ് ഈസ് ട്രൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വൈൽ സം കണ്ടീഷൻ ഈസ് ട്രൂ. ഇല്ലേ? ചില കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇങ്ങനെ കണ്ടീഷൻ ഇട്ട് കൊടുത്തിട്ട് ഓക്കെ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം തന്നെ ചെയ്യ്, എവിടം വരെ? അത് ഫോൾസ് ആവുന്നത് വരെ എന്ന് നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ അപ്പോൾ ഒരു കാര്യം തന്നെ, ഇപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന കാര്യങ്ങളിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്? അത് ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യാനാണ് സാധാരണ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് തന്നെ 3 ടൈപ്പ് വരും. ഒന്ന് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എന്താണ്? സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. രണ്ടാമത്തത് സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. മൂന്നാമത്തത് ഐറ്ററേഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഓക്കെ, 3 ഉണ്ട്. സീക്വൻഷ്യൽ, സെലക്ഷന്, ഐറ്ററേഷൻ. ഒന്നാമത്തെ നോക്കി. സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് refer to line by line execution by which statements are executed sequentially in the same order in which they appear in the program. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു പ്രോഗ്രാമിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ഓർഡർ ആയിട്ടായിരിക്കുമല്ലോ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഈ സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ലൈനുകളെയും ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും എന്ത് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സീക്വൻഷ്യലായിട്ട് ഇപ്പോൾ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഓക്കെ നെക്സ്റ്റ് പോകുന്നു, അടുത്ത പോകുന്നു, അങ്ങനെ സീക്വൻഷ്യലി ആയിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനാണ് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞത് കേട്ടോ. സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ സ്ട്രക്ചേഴ്സ് ഫോളോസ് എ ക്ലിയർ ഓർഡർ ടു മേക്ക് ഇറ്റ് ഈസി ഫോർ യൂസേഴ്സ് ടു ഫോളോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ഒരു യൂസർ എന്ന് പറഞ്ഞാൽ ആരാ? പ്രോഗ്രാം എഴുതുന്ന ആൾ. അപ്പോൾ ഒരു യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചർ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഓർഡർ ഇങ്ങനെയാണ്, അവിടെ പോയിട്ടാണ് ഇങ്ങനെ പോകുന്നത്, ഓക്കെ നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർ ഫോം ചെയ്ത് തരുന്നുണ്ട്. എക്സാമ്പിൾ നോക്കിക്കേ. ഈ സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ക്യാരി ഔട്ട് എ സീരീസ് ഓഫ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് കേട്ടോ. റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓപ്പറേഷൻസ്. പിന്നെന്താണ്? റീഡിങ് ഇൻപുട്ട് ഡേറ്റ ഫ്രം യൂസേഴ്സ്. നോക്ക്, നമ്മൾ ഇൻപുട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു, ഈ ഒരു കാര്യം അവർ റീഡ് ചെയ്തെടുക്കുന്നു. അതൊരു സീക്വൻഷ്യൽ ആക്സസ് അല്ലേ? അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അവർ റീഡ് ചെയ്തെടുക്കുന്നു. പിന്നെന്താ? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓർ അസൈൻമെൻറ്റ്സ് ടു വേരിയബിൾസ് അല്ലേ?
അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അഡീഷൻ പ്ലസ് സബ്സ്ട്രാക്ഷനൊക്കെ, ഈ ഒരു കാര്യം അസൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, വേരിയബിളിനകത്തോട്ട് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നമ്മുടെ സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ്, കമ്പ്യൂട്ടിംഗ് ദ സം ഓഫ് എ സീരീസ് ഓഫ് നമ്പേഴ്സ്. ഇപ്പോൾ കുറച്ച് സീരീസ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നു. ഫോർ എക്സാമ്പിൾ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നുണ്ടെങ്കിൽ 1 + 2 + 3 അപ്പോൾ അതെന്താ റിപ്പീറ്റായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ. ഇങ്ങനെ സീക്വൻഷ്യലായിട്ടല്ലേ പോകുന്നത്, 1 + 2 + 3 അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നോ പറയാം. സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നോ പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ സെർട്ടൈൻ ടാസ്ക്, ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻ. എന്താ ഇവർ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ പറയണം അല്ലെങ്കിൽ ഇന്നൊരു സിറ്റുവേഷൻ പറയണം, ആ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. നമ്മളൊരു കണ്ടീഷൻ പറയും, ഇന്ന കണ്ടീഷൻ വെച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ നമ്മളൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലായിരിക്കും ആ ഒരു കാര്യം അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ബീങ് ഇവാലുവേറ്റഡ് ആൻഡ് ഈസ് ചെക്ഡ് യൂസിങ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, എക്സെട്ര. അല്ലേ, നിങ്ങളിത് ചെയ്തിട്ടുള്ളതായിരിക്കും, പ്രോഗ്രാം ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മൾ ഇപ്പോൾ 2 നമ്പേഴ്സിനകത്ത് ലാർജസ്റ്റ് നമ്പർ ചെയ്ത് അല്ലെങ്കിൽ 3 നമ്പേഴ്സിനകത്ത് ലാർജസ്റ്റ് നമ്പർ ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഇല്ലേ, കണ്ടീഷൻ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്, ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഇട്ട് കൊടുത്തിട്ടല്ലേ ഇതിൽ എ ആണോ ബി ആണോ വലുത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കണ്ടീഷൻ എക്സ്പ്രഷൻസ് എന്ന് പറയും കേട്ടോ. എക്സ്പ്രഷൻസ് ഒക്കെ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടല്ലേ ചെക്ക് ചെയ്യുന്നത്. 2 നമ്പേഴ്സിലെ ലാർജസ്റ്റ് നമ്പർ കാണാൻ പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്, ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതിനകത്ത് വലുതാര് എന്ന് ഫൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെറുതാര് എന്ന് ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനത്തുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് ഇത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സിക്യൂഷൻ നടക്കുന്നത്. അത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇഫ് എ ലെസ് ദാൻ ബി എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാം ചെയ്യത്തില്ല, അതിൽ ഇഫ് എൽസ് ഇട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയം കാണും. ഇപ്പോൾ ഇവരെയൊക്കെ പറയുന്ന പേരാണ് കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഇഫ്, സ്വിച്ച് ഇവരൊക്കെ പറയുന്ന പേരെന്താണ്, കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചറുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു ടൈപ്പാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ചെയ്തിട്ടുള്ളതായിരിക്കും. കേസ് 1 എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുന്നു, സ്വിച്ച് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ഇങ്ങനെ. അപ്പോൾ സ്വിച്ചിനകത്ത് നമ്മളെന്താ കാര്യം എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കും, കേസ് 1 ഇട്ട് കൊടുക്കും, പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യുന്നു, കേസ് 2, കേസ് 3 എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇവരെല്ലാം എന്തിനകത്ത് വരുന്നതാണ്, കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്നതായിരിക്കും. ഇന്ന ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ പ്രകാരം സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആളെ നോക്കാം, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു ചെക്ക് 1 കണ്ടീഷൻ ആൻഡ് പ്രൊവൈഡ് 1 സൊല്യൂഷൻസ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് കണ്ടീഷനിൽ എന്താണ് ഒരു കണ്ടീഷൻ പറയും, ചെക്ക് ചെയ്യാൻ പറയും. ചെക്ക് ചെയ്തിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന് സൊല്യൂഷൻ എത്രയേ കാണത്തുള്ളൂ, ഒറ്റ സൊല്യൂഷനേ കാണത്തുള്ളൂ, 2 സൊല്യൂഷൻ കാണത്തില്ല. എന്താണ്, ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കാണത്തുള്ളൂ. അതെന്തായിരിക്കും, ട്രൂ ആയിരിക്കും, ട്രൂ ആവുന്ന കണ്ടീഷൻ. സിൻടാക്സ് നോക്കിക്കേ, ഇഫിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം പ്രിൻ്റ് ആവേണ്ട സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പം നമ്മൾ ഇഫിൽ നമ്മൾ ഒരകത്തൊരു കണ്ടീഷൻ കൊടുക്കത്തില്ല, എ ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് വെച്ചാൽ ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താവണം, സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എൽസ് പ്രോഗ്രാം കൺട്രോൾ ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് ലൈൻ. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെന്ന് വിചാരിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ സ്കിപ്പ് ചെയ്തിട്ട് ഇതെവിടെ പോവും, അടുത്ത ലൈനിലോട്ട് പോവും കേട്ടോ. നെക്സ്റ്റ് ലൈൻ ഓഫ് കോഡ് ആഫ്റ്റർ ദ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം പിന്നെ എന്താണോ നമ്മൾ ആ ലൈനിൽ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് പോകും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ എടുക്കത്തില്ല. ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ അവർ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പോവാതെ അതിൻ്റെ അടുത്ത ലൈനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ റീഡ് ചെയ്യാൻ തുടങ്ങും.
ക്ലിയർ ആയാലും ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഇഫ് എസ് ഈക്വൽ ടു 100. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഈക്വൽ ടു സൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറും ഒരൊറ്റ ഈക്വൽ ആണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സി പി പിയുടെ ഈക്വൽ ടു എന്ന് പറയുന്നത് കേട്ടോ. സി പി പിയുടെ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു സൈൻ ആണ്. 100 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് വേണ്ടുന്നത്? സി ഔട്ട് എക്സ് ഈസ് 100 എന്ന് പ്രിൻ്റ് ആവണം. ഇനി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഞാൻ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലേ കൊടുത്തുള്ളൂ. ഇഫ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് സി ഔട്ടിനകത്ത് സി ഔട്ട് എക്സ് ഈസ് 100 എന്ന് പറയുന്നത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റല്ല, ഒരു ലൈനിലല്ല നിന്നത്. ഇനി ഒന്നിൽ കൂടുതൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? കേളി ബ്രേസസ് യൂസ് ചെയ്യണം. ഓപ്പൺ ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് ഉണ്ടോ? അത് യൂസ് ചെയ്യണം. നോക്കിക്കേ. ഇഫ് എക്സ് ഈക്വൽ ടു 100 അല്ലെങ്കിൽ ഈക്വൽ ടു 100 എന്ത് ചെയ്യണം? ബ്രേസസിനകത്ത് എന്ത് കൊടുത്തിരിക്കുന്നു? എക്സ് ഈസ് 100 എന്ന് നമ്പേഴ്സിൽ 100 എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരക്ടേഴ്സിലും കൊടുത്തിട്ടുണ്ട്. എക്സ് ഈസ് 100 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഡബിൾ കോട്ട് ഇവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം മൾട്ടിപ്പിൾ ലൈൻസ് ആയില്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? സിംഗിൾ ലൈനും ആവാം, മൾട്ടിപ്പിൾ ലൈനും ആവാം. എന്തിൽ കൊടുക്കണം നമ്മൾ? പക്ഷേ ഓപ്പൺ ബ്രേസ് ക്ലോസിംഗ് ബ്രേസിനകത്ത് അല്ലെങ്കിൽ കേളി ബ്രേസസിനകത്ത് കൊടുത്തിരിക്കണം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു ചെക്ക് വൺ കണ്ടീഷൻ ആൻഡ് പ്രൊവൈഡ് 2 സൊല്യൂഷൻസ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ടീഷനും ഒരു സൊല്യൂഷനേ കാണത്തുള്ളൂ. ഇഫ് എൽസിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും 2 സൊല്യൂഷൻസും നമുക്ക് കാണും. ചെക്ക് ചെയ്യാൻ ഒരു കണ്ടീഷനും അതിന് 2 സൊല്യൂഷൻസും അവർ പ്രൊവൈഡ് ചെയ്യും. എന്താണ്? 1 ഫോർ ട്രൂ, അനദർ ഫോർ ഫോൾസ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് 2 സൊല്യൂഷൻ കാണുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൂ ആവുന്ന കണ്ടീഷനിൽ എന്താണ്, അല്ലെങ്കിൽ അടുത്ത എന്താണ് ഫോൾസ് ആവുന്ന സിറ്റുവേഷനിൽ എന്താണ്. ഇപ്പോൾ ട്രൂ ഫോൾസ് ഇങ്ങനെ 2 റിസൾട്ട് ആയിരിക്കും കിട്ടും. നമുക്ക് അവിടെ ട്രൂ മാത്രം, ഇഫിൽ ട്രൂ മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ നെക്സ്റ്റ് ലൈനിലോട്ട് പോയി ഇവിടെ ട്രൂവും കാണും ഫോൾസും കാണും. ഇങ്ങനെ 2 സൊല്യൂഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സിൻടാക്സ് നോക്കൂ, പഴയ തന്നെ കണക്കന്നെ. അതേ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്ന സാധനം വരെ ഇഫിൻ്റെ തന്നെ. ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ 2 സൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 1, 2 എന്ന് പേരിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 1 കൊടുത്തിട്ടുണ്ട്, എൽസ്, പിന്നെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 2. ഇതൊക്കെ ക്യാപിറ്റലായിട്ട് വരുന്നതാണ്. ക്യാപിറ്റൽ അടിച്ചാൽ നമുക്ക് എററായിരിക്കും വരുന്നത്. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ ഇഫും എൽസും എല്ലാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് പോയപ്പം ക്യാപിറ്റലായി പോയതാണ്. അപ്പോൾ ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ഒരു ഒന്നാമത്തെ സൊല്യൂഷനും അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഇവർ ചെക്ക് ചെയ്യും, ഒന്നെങ്കിൽ അതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടായിരിക്കും. ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ട്രൂ ആയിരിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും തിരിഞ്ഞു മറിഞ്ഞാൽ നമുക്ക് വരാം. അപ്പം അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എവിടോട്ടാണ് പോകുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 പോകും. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 പോകും. എക്സാമ്പിൾ നോക്കൂ. എക്സ് ഈക്വൽ ടു 100 എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ കേളി ബ്രേസിനകത്തല്ല, അല്ലാതെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എൽസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇഫ് എക്സ് ഈക്വൽ ടു 100 സി ഔട്ട് എക്സ് ഈസ് 100 എൽസ് എക്സ് ഈസ് നോട്ട് 100. അപ്പോൾ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എവിടെ എടുക്കും? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് 100. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇഫ് എൽസിന് തന്നെ നെസ്റ്റഡ് കണ്ടീഷൻ ഉണ്ട്. നെസ്റ്റഡ് കണ്ടീഷൻ ഇറ്റ് ഈസ് യൂസ് ടു ചെക്ക് മോർ ദാൻ 1 കണ്ടീഷൻ ആൻഡ് പ്രൊവൈഡ് 2 or more സൊല്യൂഷൻസ് ഫോർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു കണ്ടീഷനും 2 റിസൾട്ടും അല്ലേ. ഇനി ഈ നെസ്റ്റഡ് കണ്ടീഷനകത്ത് അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എൽസിനകത്ത് എന്താ വരുന്നത് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരാം. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസും കാണുമല്ലോ. അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും, അതിനുള്ളിൽ പിന്നെ വീണ്ടും ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അവിടെ ഒരു ട്രൂ ഓർ ഫോൾസ് റിസൾട്ട് കാണും. അങ്ങനെ അകത്തോട്ട് വീണ്ടും കണ്ടീഷൻ ഇട്ട് അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് ഇഫ് എൽസ് നെസ്റ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടോ. ഇഫ് എൽ സ്ട്രക്ചർ ക്യാൻ ബി കണക്റ്റഡ് വിത്ത് മോർ ഇഫ് എൽസ് സ്ട്രക്ചർ ബൈ പ്ലേസിങ് ഓൺ ഇഫ് എൽസ് ബ്ലോക്ക് വിത്തിൻ അനദർ ബൈ ഫോളോയിങ് പ്രോപ്പർ സീക്വൻസ്. അതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇഫ് കണ്ടീഷൻ കാണും,
കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നോ 2 എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് 1 കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു എന്ത് കാണും, ഇഫ് കണ്ടീഷൻ കാണും. എൽസ് ഇഫ് കണ്ടീഷൻ്റെ അങ്ങനെ അകത്തോട്ട് ഇഫ് എൽസ് കണ്ടീഷനുകളിലെ നമ്മൾ ഓപ്പൺ ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് ഇട്ട് അകത്തോട്ട് നമ്മൾ എഴുതും. അതിൻ്റെ ഉള്ളിൽ വേറൊരാൾ, അതിൻ്റെ ഉള്ളിൽ വേറൊരാൾ, അങ്ങനെ എഴുതും. അപ്പം അങ്ങനെ അകത്തോട്ട് പോകുന്നതിനാണ് നെസ്റ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് നെസ്റ്റിംഗ് ഇൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളെ അകത്തോട്ട് നെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. ആൻ ഇഫ് കണ്ടീഷൻ വിത്തിൻ അനദർ ഇഫ് കണ്ടീഷൻ ഈസ് കോൾഡ് ദ നെസ്റ്റഡ് ഇഫ് സ്ട്രക്ചർ. അപ്പം ഒരു ഇഫ് കണ്ടീഷനകത്ത് മറ്റൊരു ഇഫ് കണ്ടീഷനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ഇഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കേട്ടോ, നെസ്റ്റഡ് ഇഫ് സ്ട്രക്ചർ. ഓക്കെ, സിൻടാക്സ് നോക്കിയേ. ഇഫ് കണ്ടീഷൻ 1 കൊടുത്തിട്ടുണ്ട്, വീണ്ടും അതിനകത്തോട്ടൊരു ഇഫ് കണ്ടീഷൻ. ഇത് ആദ്യത്തെ ഒരു കണ്ടീഷനാണ്, ഇപ്പോൾ വേറെ കണ്ടീഷൻ കൊടുത്താണ് കണ്ടീഷൻ 2. കേട്ടോ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രിൻ്റ് ആവുക. അതല്ല എന്നുണ്ടെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ 1ൻ്റെ എൽസാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടീഷൻ 1ൻ്റെ എൽസാണ് ഈ ഒരു കിടക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇഫ് കണ്ടീഷൻ 1 കൊടുത്തു, അതിനകത്ത് വീണ്ടും ഒരു കണ്ടീഷൻ കൊടുത്തു. ഓക്കെ, അതിനൊരു ട്രൂവും ഫോൾസ് 2 റിസൾട്ട് കാണുമല്ലോ. സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 അതവിടെ കഴിഞ്ഞു. ഇനി ഈ ഇഫ് കണ്ടീഷൻ്റെ എൽസാണ് കണ്ടത്. എന്നിട്ട് അത് പ്രകാരം വേറൊരു കണ്ടീഷൻ വീണ്ടും കൊടുത്തു, മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അതിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 3 പ്രിൻ്റ് ആവണമെന്നോ അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 4 ഇങ്ങനെ അകത്തോട്ട് എഴുതുന്ന രീതിയാണ് നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് എന്ന് പറയുന്നത് 0ത്തേക്കാളിലും വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സി ഔട്ട് എക്സ് ഈസ് പോസിറ്റീവ് എന്ന് വരണം അല്ലേ. 0ത്തേക്കാളും വലിയ നമ്പറാണ് എക്സ് എന്നുണ്ടെങ്കിൽ അതെന്താ പോസിറ്റീവ് നമ്പർ അല്ലേ. ചെറുതാണെങ്കിലായിരിക്കും നെഗറ്റീവ് നമ്പർ വരുന്നല്ലേ. അപ്പോൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഔട്ട് എക്സ് ഈസ് പോസിറ്റീവ്. അതല്ല എന്നുണ്ടെങ്കിൽ എൽസ് അല്ല, ഞാൻ കൊടുക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഞാൻ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് കേട്ടോ. എക്സിന് ചിലപ്പോൾ 5 കൊടുത്തെന്നെങ്കിൽ എനിക്ക് എന്ത് പ്രിൻ്റ് ആവണം? എക്സ് ഈസ് പോസിറ്റീവ് എന്ന് പ്രിൻ്റ് ആവണം. കാരണം 5 ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ. ഇനി ഞാനൊരു -4 കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് പ്രിൻ്റ് ആവണത്? നെഗറ്റീവ് എന്ന് പ്രിൻ്റ് ആവണം. ഞാൻ 0 എക്സിന് പകരം ഞാൻ 0 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 0 എന്ന് പ്രിൻ്റ് ആവണം. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ പുറത്തുനിന്ന് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഞാൻ 5 കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ ആദ്യമേ 5 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കിയപ്പം ശരിയാണ്, 0ത്തേക്കാളും വലുതാണ് 5. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും എന്ത്? എക്സ് ഈസ് പോസിറ്റീവ് എന്ന്. ഓക്കെ, ഇനി വിചാരിക്കും എക്സ് ഞാൻ കൊടുക്കുന്നത് -4 ആണ്. അപ്പോൾ അവർ ഒന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല. എന്താണ്? എക്സ് ലെസ് ദാൻ ആണ് 0. അപ്പോൾ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, കണ്ടീഷൻ പാലിക്കുന്നില്ല. ഉടനെ അവർ രണ്ടാമത്തെടുത്തിട്ടു അവിടെ ചെന്നിട്ട് എക്സ് ലെസ് ദാൻ 0 ആണോ നോക്കുമ്പോൾ ശരിയല്ലേ, -4 എന്ന് പറയുന്നത് 0ത്തേക്കാളും ചെറുതല്ലേ. അപ്പോൾ അതൊക്കെ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എക്സ് ഈസ് നെഗറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും. ഇനി വിചാരിക്കുക ഞാൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ 5 അല്ല -5 അല്ല കൊടുക്കുന്നത്, ഞാൻ കൊടുത്തിരിക്കുന്നത് 0 എന്ന് തന്നെയാണ്. 0 കൊടുക്കുമ്പോൾ ആദ്യം ഇവിടെ വരും എക്സിൽ നോക്കിയിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ആണോ? അപ്പോൾ 0 ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല. അപ്പോൾ എന്താ? അവിടെ നിന്ന് അവർ സ്കിപ്പ് ആവും, അടുത്ത സ്ഥലത്ത് വരുന്നു ചെക്ക് ചെയ്യുന്നു. ലെസ് ദാൻ ആണോ? 0 ലെസ് ദാൻ 0 ആണോ? അല്ല. അവിടെയും അവർ ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻസ് തെറ്റാണ്, അവിടെ നിന്നും പോയിട്ട് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? അത് 0 ആയിരിക്കും. 0ത്തേക്കാളിലും വലുതും ചെറുതും അല്ലെന്നുണ്ടെങ്കിൽ അത് 0 തന്നെ ആയിരിക്കത്തില്ലേ. അപ്പോൾ എൽസ് സി ഔട്ട് എക്സ് ഈസ് 0. അപ്പോൾ ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടും പോകത്തില്ല, അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ട് എന്ത് പ്രിൻ്റ് ആവും? എക്സ് ഈസ് 0 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ടു ചെക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ ദാറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ കേസ് കോൺസ്റ്റൻറ്റ്. നമ്മളൊരു കേസ് കോൺസ്റ്റൻ്റ് എടുത്ത് ചെയ്യും. കേസ് കോൺസ്റ്റൻ്റ് വെച്ചിട്ട് ഒത്തിരി കണ്ടീഷൻസ് കാണും. ഇങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷനിൽ പോയിട്ട് ഇവർ ചെക്ക് ചെയ്യും. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കാണാം. ആ കണ്ടീഷൻസിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണ് ട്രൂ ആവുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ട്രൂ ആവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എന്ത് ചെയ്യും? ഇവർ പോയി ചെക്ക് ചെയ്യും. ഇങ്ങനെ അകത്തോട്ടും ഇങ്ങനെ പോയി ഓരോ കേസുകളിലും പോയി ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
വെൻ എ സ്പെസിഫിക് കേസ് ഈസ് സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരുപാട് കേസ് കൊടുക്കും, ഇതിലേതെങ്കിലും ഒരു സാധനമായിരിക്കും എന്താവുന്നത്, സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പലതരത്തിലുള്ള ബുക്കുകൾ അവിടെ ഇരിക്കുന്നു. ലൈനുള്ള ബുക്ക്, ലൈൻ ഇല്ലാത്ത ബുക്ക്, ചെറിയ ബുക്ക്, ഇച്ചിരി വലിയ ബുക്ക്. അതിൽ നമ്മൾ ബുക്ക് മേടിക്കുന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ഏത് ബുക്കാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കായിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട് കേസുകൾ വരും, ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയും. കേസ് 1, കേസ് 2 എന്ന് ഒരുപാട് സാധനം വരും. അവിടെ എവിടെയാണോ സാറ്റിസ്ഫൈഡ് ആവുന്നത് ആ ഒരു കാര്യം പ്രിൻ്റ് ആവും. അപ്പോൾ അതാണ് അങ്ങനെ ഒരുപാട് കേസ് വെച്ചിട്ട് അതിൽ നിന്ന് അനുയോജ്യമായ ആളെ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുകാർ ചെയ്യുന്നത്. നോക്കിക്കേ, വെൻ എ സ്പെസിഫിക് കേസ് ഈസ് സാറ്റിസ്ഫൈഡ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് കേസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ദ ലൈൻ ഓഫ് പ്രോഗ്രാം കോഡ് വിത്തിൻ സ്റ്റാർട്ട് കേസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ട്. അപ്പോൾ ആ കേസ് ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന, ആ കേസിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത് കേട്ടോ. സിൻടാക്സ് എന്ന് പറയുമ്പം സ്വിച്ച് എന്ന് കൊടുക്കും, ബ്രാക്കറ്റിലെ എക്സ്പ്രഷൻ എന്താണെന്ന് കൊടുക്കും. അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പ്രഷനാക്കി ഇട്ട് കൊടുക്കും. എന്നിട്ട് ബ്രേസസിനകത്ത് കേസ് കോൺസ്റ്റൻറ്റ് 1, അത് കഴിഞ്ഞ് കോളൻ ആണേ, സെമികോളൻ അല്ല കോളൻ. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ കുറേ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതായത് കേസ് 1 ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ വേണം പ്രിൻ്റ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ആവുന്നു, ബ്രേക്കിന് സെമികോളൻ ഉണ്ട്. നെക്സ്റ്റ് കേസ് കോൺസ്റ്റൻറ്റ് 2 അവർ പോയി അവിടെ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ, അതാണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ പ്രിൻ്റ് ആവും. അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് ബ്രേക്ക് ആയിട്ട് അടുത്ത കേസിലോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ കേസുകളിലോട്ടും ഇത്രയും കേസുകൾ നോക്കിയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിഫോൾട്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിലൊന്നും ഇല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവിടെ പോയി ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും കേസുകളും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ പോയി അവിടുന്ന് ഇത് നമുക്ക് എന്താണ് കാണിക്കുന്നത്, പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എവരി കേസ് യൂഷ്വലി എൻഡ്സ് വിത്ത് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓരോ കേസുകളും നമ്മൾ കൊടുക്കുമ്പോൾ ആ ഓരോരോ കേസുകളും എൻഡ് ചെയ്യുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചിട്ട്. കേസ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് എൻഡ് ആവുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കേസുകൾക്കും എന്താണ്, ആ കേസുകൾ എൻഡ്, അപ്പോൾ ആ കേസ് അവിടെ തീർന്നു, ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ കഴിഞ്ഞു എന്ന് കാണിക്കുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. A break statement determines execution of remaining lines of code within the current condition or looping block and comes out of the switch. അപ്പോൾ ഓരോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷന് ശേഷം അവിടുന്ന് ടെർമിനേറ്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ലൈനുകളെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് ലൂപ്പുകൾ ചെക്ക് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. എക്സാമ്പിൾ പ്രോഗ്രാം പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇഫ് എക്സ്പ്രഷൻ വാസ് നോട്ട് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് 1, അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന സ്വിച്ചിനകത്താണെന്നല്ല, സ്വിച്ച് ബ്രാക്കറ്റിലല്ലേ എക്സ്പ്രഷൻ കൊടുത്തത്, ആ എക്സ്പ്രഷൻ അവർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഇതെവിടെ പോകും, അടുത്ത കോൺസ്റ്റൻറ്റിലോട്ട് കേസ് 2 പോകും. അവിടെ പോയിട്ട് ചെക്ക് ചെയ്യും സാറ്റിസ്ഫൈഡ് ആണോ. ആണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്താണോ സ്റ്റേറ്റ്മെൻറ്റിലെന്ന് വെച്ചാൽ അത് പ്രിൻ്റ് ആവും. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നമ്മൾ ഡിഫോൾട്ടിൽ ഇവിടെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ ഡിഫോൾട്ട് എന്ന് പറഞ്ഞെടുത്ത് താഴെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിൻ്റ് ആവാൻ കൊണ്ട് നമ്മൾ കൊടുക്കും. ഫൈനലി ഇഫ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഡിഡ് നോട്ട് മാച്ച് എനി ഓഫ് ദ ഡിക്ലെയർഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഈ എക്സ്പ്രഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കേസ് കോൺസ്റ്റൻറ്റിൽ ഓരോ കേസുകളിൽ പോയി ചെക്ക് ചെയ്യത്തില്ല, ഇതിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഷൻ വിത്ത് ദ ഡിഫോൾട്ട് ലേബിൾഡ് എവിടെ പോകും, ഡിഫോൾട്ടിലോട്ട് പോകും. ഡിഫോൾട്ടിനകത്ത് എന്ത് കൊടുക്കണം, വുഡ് ബി എക്സിക്യൂട്ടഡ് ആൻഡ് ദെൻ പ്രോഗ്രാം കൺട്രോൾ വുഡ് എക്സിറ്റ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഡിഫോൾട്ടിൽ പോയാൽ ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഡിഫോൾട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം, ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യം ഇവിടെ ഒന്നും ഇല്ലാന്നോ എന്നല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഈ സ്വിച്ച് എന്ന് പറയുന്ന ലൂപ്പിൽ നിന്ന് ഇത് എക്സിറ്റ് ആവും, പുറത്താവും. സ്വിച്ച് എന്ന് പറഞ്ഞ സാധനം അവിടെ കൊണ്ടുവന്ന് എക്സിറ്റ് ആയിട്ട് പുറത്തിറങ്ങിപ്പോകും കേട്ടോ. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അന്നേരം എക്സിറ്റ് ആവുന്നത് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് വരുമ്പോഴാണ്. നോക്കിക്കേ, ഒരു പ്രോഗ്രാം ഞാൻ കൊടുത്തിരിക്കുക, പ്രിൻ്റ് എ ഡേ ഇൻ വീക്സ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഞാനിപ്പം ഇവിടുന്നൊരു നമ്പർ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ നമ്പർ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ആ നമ്പറിൻ്റെ അതാത് ദിവസം എന്താണെന്ന് എനിക്ക് പ്രിൻ്റ് ആവണം. ഫോർ എക്സാമ്പിൾ ഞാൻ 1 കൊടുത്താൽ എനിക്ക് എന്താവണം, സൺഡേ എന്ന് ഔട്ട്പുട്ട് കിട്ടണം. ഇപ്പം ഞാൻ 5 കൊടുത്താൽ എനിക്ക് തേഴ്സ്ഡേ എന്ന ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതാണ് എൻ്റെ പ്രോഗ്രാം.
അപ്പോൾ നോക്കുക, ഇത് ടർബോയാണ്, ടർബോ C++ ആണ്. അപ്പോൾ ആഷിലൂടെ യോസ്റ്റിൻ്റെ അടച്ച് കോളടച്ച് വോയിഡ് മെയിനൊക്കെ കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇൻറ്റു ഡേ എന്ന് പറയുന്നത് എൻ്റെ വേരിയബിളാണ്. അത് നിങ്ങൾക്ക് എയോ ബിയോ സിയോ അത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഡേ എന്നാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ ഡേ ആണ് എനിക്ക് പ്രിൻ്റ് ആവണം, അവിടെ പെട്ടെന്ന് മനസ്സിലാവാൻ കൊണ്ട് ഞാൻ ഡേ എന്നൊരു പേരിട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുക സി ഔട്ട് എൻ്റർ ഡേ നമ്പർ. ശരി, നിങ്ങൾക്ക് ഈ ദിവസം 7 ദിവസമാണല്ലോ ഉള്ളത്, അതിലേത് നമ്പറാന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റർ കൊടുത്തു. അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്. അത് വെച്ചിട്ടല്ലേ എനിക്ക് ഓരോരോ കേസിൽ പോയി ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ 1 കൊടുത്തെങ്കിൽ എനിക്ക് സൺഡേ പ്രിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ 1 പറയുന്നതല്ലേ എൻ്റെ ഇവിടെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്വിച്ച് ബ്രാക്കറ്റിൽ ഡേ അതേ വേരിയബിളിനെ തന്നെ കൊടുത്തു. എന്നിട്ട് ബ്രേസസിനകത്ത് ഞാൻ കൊടുക്കാൻ പോവാണ് കേസ് 1: ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, സൺഡേ എന്ന് പ്രിൻ്റ് ആവണം. സി ഔട്ട് സൺഡേ സെമിക്കോളൻ. ആ കേസ് ഞാൻ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്, ബ്രേക്കിലാണ്. ഓക്കെ, അതവിടെ എൻഡായി. രണ്ടാമത്തെ കേസ് 2 മൺഡേ ബ്രേക്ക്. കേസ് 3 ട്യൂസ്ഡേ ബ്രേക്ക്. കേസ് 4 അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ 6 വരെ പോയി. ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, സാറ്റർഡേ ചെയ്തിട്ടില്ല കേട്ടോ. സാറ്റർഡേയും കൂടെ ഉണ്ടേ. കേസ് 7 സാറ്റർഡേയും കൂടെ ഉണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം പോകുന്നത് സാറ്റർഡേയും കൂടെ ഉണ്ടായിരുന്നേ, വിചാരിച്ചു ഇതുപോലെ ഉള്ളൂ. കേസ് 7 സി ഔട്ട് എന്ത് വരും, സാറ്റർഡേയും കൂടെ വരും. അതിനുശേഷം ഡീഫോൾട്ട്, അതിനുശേഷം വരുന്ന ഇവിടെ ആയിരുന്നു ഡീഫോൾട്ട് വരുന്നത് കേട്ടോ. ഈ കേസിന് വരെ ഏറ്റവും ലാസ്റ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് കോളം കൊടുക്കും. എന്നിട്ട് ഇൻവാലിഡ് ഡേ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഞാനിപ്പോൾ 8 കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് 7 ദിവസമല്ലേ ഉള്ളൂ, 8ാമത്തെ ഒരു ദിവസം ഇല്ലല്ലോ. 7 സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ സാറ്റർഡേ വരെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് ഇൻവാലിഡ് ഡേ എന്നാണ് എനിക്ക് പ്രിൻ്റ് ആവണമെന്ന് അവിടെ കൊണ്ട് അതൊന്ന് പുറത്ത് ചാടണം. ഇപ്പോൾ വിചാരിക്കാൻ ഞാൻ 3 കൊടുത്തു. സി ഔട്ട് എൻ്റെ ഡേ നമ്പർ കൊടുത്തപ്പോൾ 3 കൊടുത്തു. 3 എന്താണെന്ന് ഇവിടെ പോയി ചെക്ക് ചെയ്യും. ഈ കേസ് 1 പോവും, അല്ല. കേസ് 2 ആണോ, അല്ല. കേസ് 3 ആണോ, ഓക്കെ. കേസ് 3 ആണ് എന്ത്, കേസ് 3 പോകുമ്പം ഓക്കെ ട്യൂസ്ഡേ. അപ്പോൾ ഇവിടുന്ന് ഇത് പ്രിൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് അവിടെ കിട്ടുക. ബാക്കിയുള്ളതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകത്തില്ല, കാരണം ഇവിടെ അതെന്തായി സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 കൊടുത്തെങ്കിൽ കേസ് 1 പോകുന്നു സൺഡേ അല്ല, കേസ് 2 പോകുന്നു മൺഡേ അല്ല, 3 പോകുന്നു ട്യൂസ്ഡേ അല്ല, 4 പോകുന്നു വെനസ്ഡേ അല്ല. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് സാറ്റർഡേ കൂടെ ഉണ്ടേ ഇവിടെ, സാറ്റർഡേയിലൂടെ പോയിട്ട് ഓക്കെ അല്ല. 10 എന്ന് പറയുമ്പോൾ അവിടെ എത്രയേ ഉള്ളൂ, 7 ആയുള്ളൂ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, ഡീഫോൾട്ടിലോട്ട് കയറിപ്പോവും. ഡീഫോൾട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കയറിപ്പോയിട്ട് എന്ത് പ്രിൻ്റാവും, ഇൻവാലിഡ് ഡേ. നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേ തെറ്റാണ്. ഇതിലുള്ള ഏതെങ്കിലും ഡേ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇൻവാലിഡ് ഡേ എന്ന് കാണിക്കും. എന്നിട്ട് ആ ഒരു സ്വിച്ചിൻ്റെ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഗെറ്റ് സ്റ്റേജിലോട്ട് പോയിട്ട് പ്രോഗ്രാം ക്ലോസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കാണിക്കും, ഇൻവാലിഡ് 10 ഞാൻ കൊടുത്തിരിക്കും, ഇൻവാലിഡ് ഡേ എന്ന് കാണിക്കും. നെക്സ്റ്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ, കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു കോളം. ഇതാണ് എന്ത്, ടെർണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ മാർക്കിനും കോളം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വെയർ 1 കണ്ടീഷൻ ക്യാൻ ബി ചെക്ക്ഡ് ആൻഡ് 2 പോസിബിൾ സൊല്യൂഷൻ ക്യാൻ ബി പ്രൊവൈഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്യാനും കൊണ്ട് ഒരു കണ്ടീഷനും 2 പോസിബിൾ സൊല്യൂഷൻസും അവർക്ക് കാണും. ചെക്ക് ചെയ്യാനും കൊണ്ട് ഒരു കണ്ടീഷനും 2 പോസിബിൾ സൊല്യൂഷൻസും കാണും. സിൻടാക്സ് നോക്കൂ, ആദ്യം നമ്മൾ കണ്ടീഷൻ ഇട്ട് കൊടുക്കും. കണ്ടീഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഇഫ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സൊല്യൂഷൻ, അതായത് ട്രൂ എന്നുള്ള കണ്ടീഷൻ സൊല്യൂഷൻ 1-ലായിരിക്കും നിൽക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് നടുക്ക് കോളൻ, അവിടെ ഓപ്പറേറ്റർ ഉപയോഗിച്ചുണ്ടോ, ക്വസ്റ്റ്യൻ മാർക്കും കോളൻ ഉപയോഗിച്ചുണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ കണ്ടോ. ഇഫ് ഫോൾസ് ആണെങ്കിൽ സൊല്യൂഷൻ 2 പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് ഇവിടെ ഇട്ട് കൊടുക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ 1ാമത്തത് പ്രിൻ്റ് ആവും, അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ഇട്ട് പോകും, 2ാമത്തെ പ്രിൻ്റ് ആവും. ഇഫ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത് കേട്ടോ ഈ ട്രൂ എന്ന് പറയുന്നത്, ദെൻ സൊല്യൂഷൻ ഈസ് എക്സിക്യൂട്ടഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഞാൻ കൊടുത്തിരിക്കുകയാണ്, എ ഗ്രേറ്റർ ദാൻ ബി, ദെൻ സിസ്റ്റം ഡിസ്പ്ലേസ് ബിഗ് എൽസ് ബി, എ ഈസ് ബിഗ് എൽസ് ബി ഈസ് ബിഗ്, ഗെറ്റ് ഡിസ്പ്ലേഡ് അല്ലേ. ഇപ്പം ഞാൻ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുത്താൽ ഒന്നെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ പുറത്തുനിന്ന് കൊടുക്കുന്നത് എക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആവും. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എക്ക് 10ഉം ബിക്ക് 5ഉമാണ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്താണ് വിചാരിക്കുക, എ ഗ്രേറ്റർ ദാൻ ബി കൊടുത്തു. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ എ വലുത് ബി ചെറുത്. അപ്പം ഞാൻ പുറത്തുനിന്ന് കൊടുക്കുന്നത് എക്ക് 10ഉം ബിക്ക് 5ഉമാണെന്ന് വിചാരിച്ചു. അപ്പം 1ാമത്തെ എന്താ,
എ ഈസിക്വൽ ടു 10 എന്നല്ലേ, അപ്പോൾ സൊല്യൂഷൻ 1 എ ആണ് വലുതെന്ന് വരും. അല്ലെന്നുണ്ടെങ്കിൽ ബി ആണ് വലുത്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ബി 10ഉം എ 5 ഇട്ട് കൊടുത്താൽ ഇവിടെ നോക്കിയിട്ട് ഇത് വരുമോ, ഇത് ട്രൂ ആണോ, എ അല്ലേ ഒന്നാമത്തതിൽ ഇവിടെ വരുന്നത്, രണ്ടാമത്തത് ഇവിടെ, അപ്പോൾ ബി ഉത്തരം ഇവിടെ വരും, ഇവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക്, സി ഔട്ട് എന്ത് കൊടുക്കും, എ ഈസ് ബിഗ്, എ ആണ് വലുത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്നത് എൽസ് എന്നായിരുന്നു, അപ്പോൾ ഇവിടെ എന്താണ് കോളനാണ് ഇട്ട് കൊടുക്കുന്നത്, സി ഔട്ട് ബി ആണ് വലുത്. അപ്പോൾ ഒന്നെങ്കിൽ എ ആണ് വലുത് അല്ലെങ്കിൽ ബി ആണ് വലുത്. ബി ക്യാപിറ്റലായി പോയി സ്മോൾ ആയിരുന്നു വരേണ്ടുന്നത്, ബി ആണ് വലുതെന്ന്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ കൊടുക്കുന്നു, ഓപ്പറേറ്റർ ഇട്ട് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് 1 ഇട്ട് കൊടുത്തു, കോളൻ ഇട്ട് കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇട്ട് കൊടുത്തു, സെമി കോളൻ. ഓക്കെ, അപ്പോൾ ഇതിനാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷനാണ്. സി ഔട്ടിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു, ഒന്നാമത്തെ സൊല്യൂഷൻ 1 നണ്ടി കാണുന്നത്. അതിനുശേഷം പിന്നെ എന്തൊട്ട് കൊടുത്തത്, സൊല്യൂഷൻ 2 കേട്ടോ, മനസ്സിലായോ? അപ്പം ഇത്രയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഐട്രേഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്, അത് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം.